എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തത് ഐദർ ഓർ എന്നുള്ള ഒരു കൺജങ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ അല്ലെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകിൽ അല്ലെങ്കിൽ. ഐദർ ഓർ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥം വരുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ട് സെൻറ്റൻസിൽ കൂട്ടിച്ചേർക്കാണ് അതിനത് ഉപയോഗിക്കുക. രണ്ട് വാക്യത്തിലെയും സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ ആദ്യ വാക്യത്തിൽ സബ്ജക്റ്റും സഹായക ക്രിയയും കഴിഞ്ഞ ഉടനെ ഐദർ എഴുതുക. എന്നിട്ട് ആ വാക്യത്തിലെ ബാക്കി ഭാഗം എഴുതി രണ്ടാമത്തെ വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഓർ ചേർത്ത് ബാക്കി ഭാഗം എഴുതുക. വളരെ സിമ്പിളാണ്. അപ്പോൾ വളരെ എന്താ പറഞ്ഞത്? If the subjects of the given sentences are the same, either is placed after the subjects and the auxiliary verb of the first sentence, followed by the rest of the sentence, or is placed at the beginning of the second sentence, followed by the rest of that sentence. വളരെ സിമ്പിളാണ്. ഇനി സബ്ജക്റ്റ് വ്യത്യസ്തമാണെങ്കിലോ, if the subjects are different, either is placed in front of the first sentence and writing the rest of the sentence, then or is placed before the second sentence and add the rest of the sentence. വളരെ സിമ്പിളാണ്. ഐദർ ആദ്യം എഴുതുക, ബാക്കി ഭാഗം എഴുതുക, ഓർ രണ്ടാമത് എഴുതി രണ്ടാമത്തെ സെൻറ്റൻസ് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ഐദർ ഓർ വ്യക്തമാക്കി എഴുതാൻ സാധിക്കും. ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഐദർ ഓർ ഉപയോഗിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. യെസ്, ഐദർ ഓർ, ഒന്നുകിൽ അല്ലെങ്കിൽ. എക്സാമ്പിൾ നമ്പർ 1, യു മസ്റ്റ് സിറ്റ് ഇൻ ദ ക്ലാസ്, യു മസ്റ്റ് ഗോ ടു ദ മീറ്റിംഗ്. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റിങ്ങിന് പോകണം. അപ്പം ഒന്നിലേക്ക് ക്ലാസ്സിലിരിക്കുക, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകും. അപ്പോൾ സബ്ജക്റ്റ് സെയിം ആണ്. അപ്പോൾ സബ്ജക്റ്റ് സെയിം ആയതുകൊണ്ട് യു മസ്റ്റ് ആദ്യം എഴുതി സബ്ജക്റ്റ് ഹെൽപ്പിംഗ് വരും. അതിനുശേഷം ഐദർ, യു മസ്റ്റ് ഐദർ സിറ്റ് ഇൻ ദ ക്ലാസ്, ഓർ പിന്നെ യു മസ്റ്റ് വേണ്ട, ഗോ ടു ദ മീറ്റിംഗ്, ഗോ ടു ദ മീറ്റിംഗ്. മൈ ബ്രദർ വിൽ കം ഹിയർ, ഐ വിൽ ഗോ ടു ദിസ് ഹൗസ്. ഇവിടെ മൈ ബ്രദർ ആണ് സബ്ജക്റ്റ്, ഇപ്പുറത്ത് ഐ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐദർ ആദ്യം വെക്കുക. ഐദർ മൈ ബ്രദർ വിൽ കം ഹിയർ ഓർ ഐ വിൽ ഗോ ടു ദിസ് ഹൗസ്, ഗോ ടു ഹിസ് ഹൗസ്. അപ്പോൾ ഐദർ ഓർ വയ്ക്കുന്ന രീതി ഇൻ ഫ്രണ്ട് ആയിരിക്കും. യു ക്യാൻ റീഡ് സംതിങ് ഓർ യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് പ്ലേ. നീ ഒന്നില്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി കളിക്കുക. യു ക്യാൻ ഐദർ റീഡ് സംതിങ് ഓർ ഗോ ഔട്ട് ആൻഡ് പ്ലേ. രാമാസ് ആരോ വിൽ കിൽ മീ, രാവണാസ് സോഡ് വിൽ കട്ട് ഓഫ് മൈ ഹെഡ്. രാമന്റെ ആരോ എന്നെ കൊല്ലും, അല്ലെങ്കിൽ രാവണന്റെ വാൾ എന്നെ കഴുത്ത് വെട്ടും. അപ്പോ ഐദർ രാമാസ് ആരോസ് വിൽ കിൽ മീ ഓർ രാവണാസ് സോഡ് വിൽ കട്ട് ഓഫ് മൈ ഹെഡ്. സബ്ജക്റ്റ് വ്യത്യസ്തമായതുകൊണ്ട് ഐദർ ആദ്യം വെച്ചു, ഓർ സെക്കൻഡ് സെന്റൻസിൽ ആദ്യം വെച്ചു. കം ടുമാറോ, കം നെക്സ്റ്റ് വീക്ക്. കം ഐദർ ടുമാറോ ഓർ നെക്സ്റ്റ് വീക്ക്. കം ഐദർ ടുമാറോ ഓർ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഐദർ ഓർ. സബ്ജക്റ്റ് വ്യത്യാസമാണെങ്കിൽ മാത്രം ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ ആ സബ്ജക്റ്റ് ഹെൽപ്പിംഗ് വെർബ് എഴുതിയിട്ട് ഐദർ വെച്ചതിന് ശേഷം ഓർ ചേർത്ത് രണ്ടാമത്തെ സെന്റൻസിൽ വെർബ് തുടങ്ങിയിട്ടുള്ള ഭാഗം ചേർത്ത് എഴുതുക. ഓക്കെ, താങ്ക് യു.